വേടന്റെ ഫ്ലാറ്റിലോ എന്തോ വീട്ടിലോ അങ്ങോട്ട് കഞ്ചാവ് പൊതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 9 പേരെങ്ങനെ ഉണ്ടായിരുന്നു. അതെ, ഈ ഡ്രഗ്സ് അടിക്കരുതെന്ന് പറഞ്ഞ് ഡ്രഗ്സ് അടിക്കില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ റെയ്ഡിന് ചെല്ലുമ്പോൾ സാധനം കയ്യിലുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. പൊളിറ്റിക്സ് വ്യക്തമായിട്ടൊരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കും. അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള തെരച്ചിലുകൾ കുറച്ചുകൂടെ ഊർജിതമാക്കണം. ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം പിടിക്കണം, അകത്തിടണം, പിടിച്ച് ജയിലിടണം, ഇറക്കി വിടരുത്. വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞ 14 വയസ്സുകാരൻ കത്തിച്ചു. സവായ് മാൻസിംഗ് സ്റ്റേഡിയം കത്തിച്ചു. സമ്മതിക്കണം, 14 വയസ്സുകാരന്റെ ഒരു കഴിഞ്ഞാട്ടം. അതെ, കണ്ടത്തിലെ വട്ടം വീശ് പരിപാടിയൊന്നുമില്ല. ചെറുക്കം ഫുട് വർക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നോക്കിയാണ് അടിക്കുന്നത്. പരിപാടി ഗംഭീരം. എന്താ പറയുന്ന അറിയത്തില്ല, പക്ഷെ പുള്ളിയുടെ ഭാവവും പന്തിന്റെ നിപ്പും കണ്ട നമുക്ക് നിർഗുണ കളിയാണ് ഇത്തവണ. നിർഗുണ കളി. ഇത് ചിലപ്പോൾ RCBയുടെ സീസൺ ആകാൻ സാധ്യത. കൊള്ളൂല. എനിക്ക് തോന്നില്ല വെള്ള ഉടുപ്പും 2 ബോളും കൂടെ ചിലപ്പോൾ അടിക്കും ചെറുക്കൻ. ഭയങ്കരമായ കിടിലോൽക്കിടിലമായ ഒരു IPL എന്ന് പറഞ്ഞുണ്ടല്ലോ, തൃശ്ശൂർ പൂരത്തിന് കൊട്ടിക്കയറുന്നത് പോലെയാണ്. ആദ്യം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് നമ്മളെ പൂരത്തിനെ കൊണ്ട് ചെന്നിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ശങ്കരക്കുട്ടിമാരാര്, രണ്ടാമത്തെ സ്ഥലത്ത് പെരുവനം കുട്ടന്മാരാര്, ഇവരിങ്ങനെ ടക്കെന്നടിക്കുകയാണ് കുട്ടുകൾ. ആദ്യത്തെ കേൾക്കും നോർമൽ ആണല്ലോ എന്ന് ഓർക്കും. പക്ഷെ ഓരോന്ന് കഴിയുമ്പോഴും 1-ാം കാലം കയറി, 2-ാം കാലം കയറി, 3-ാം കാലം കയറി, 4-ാം കാലത്തിലേക്ക് എത്തുമ്പോൾ അതൊരു സുഖം, ഒരു 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 ട്രാൻസിലേക്ക് മനുഷ്യനങ്ങ് മാറുകയാണ്. ഇത് കാര്യം പറഞ്ഞ പോലെ എനിക്ക് IPL തോന്നാറ്. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ പറയും IPL ഇത്തവണത്തെ IPL കഴിഞ്ഞ തവണത്തെ അത്രയും പോരാ, എല്ലാ വർഷവും ഒരു ഫണ്ണില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ അത് ആ പ്ലേ ഓഫിനടുത്തേക്ക് എത്തുമ്പോൾ ആ 2-ാം കാലം മാറി, 3-ാം കാലം മാറി, 4-ാം കാലത്തിലേക്കുള്ള ഒരു പോക്കുണ്ട്. ആ പോക്ക് 4-ാം കാലത്തിന്റെ തുടക്കമായിരുന്നു. രാജസ്ഥാന്റെയും GTയുടെയും തമ്മിലുള്ള കളി ഗംഭീരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നത്. തീയായിരുന്നു. വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞ 14 വയസ്സുകാരൻ കത്തിച്ചു വിട്ടു. സവായ് മാൻസിംഗ് സ്റ്റേഡിയം കത്തിച്ചു. ഇത് കൂടുതലൊന്നും പറയാനില്ല. 35 ബോളില് അവൻ സെഞ്ചുറി അടിച്ചു. അതും ലോകം കണ്ട ബോളർമാരെ, റിക്കി പോണ്ടിങ്ങിനെ ആയ കാലത്ത് വെള്ളം കുടിപ്പിച്ച ബോളർമാരെ, ഇപ്പോഴത്തെ പുതിയ സെൻസേഷനുമാരെ എഡും വലം നോക്കാതെ ചെറുക്കം പണി തീർത്തു. സമ്മതിക്കണം, 14 വയസ്സുകാരന്റെ ഒരു അഴിഞ്ഞാട്ടം. അതെ, 14 വയസ്സുകാരന്റെ അഴിഞ്ഞാട്ടം തീയിട്ടെന്ന് തന്നെ പറയാം. സവായ് മാൻസിംഗ് സ്റ്റേഡിയം ശർമ്മയൊക്കെ കൊന്നു. അതെ, കൊല വിളിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു മാസിവ് ഭാരതത്തിന് നോക്കുമ്പോൾ അടിക്കുക എന്നുള്ളൊരിതാണ്. അതെ, മൈൻഡിലാണ് അടിക്കുക എന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. ബോള് കാണുന്നു, അടിക്കുന്നു. എന്നാൽ ആ ഷോട്ടുകളൊക്കെ ചുമ്മാ സ്ലോഗുകളല്ല, കണ്ടത്തിലെ വട്ടം വീശ് പരിപാടിയൊന്നുമില്ല. ചെറുക്കം ഫുട് വർക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നോക്കിയാണ് അടിക്കുന്നത്. പരിപാടി ഗംഭീരം. അതെ, അല്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ അടിച്ചിട്ട് ഫ്ലിക്ക് ചെയ്ത് 6 അടിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ഒരു ബോളർ ഉണ്ട്, ഇവിടെ വന്ന് ലെഫ്റ്റ് സൈഡ് ഒരു ഫുൾ ടോസ് ഫ്ലിക്ക് അടിക്കുന്നു. ഭയങ്കര രസമായിരുന്നു കളിയാണ്. ഭീകരം. ഇന്ന് കളി മിസ് ചെയ്തവർക്ക് ശരിക്കും മിസ് ചെയ്യുന്നു. അതെ, ഞാൻ കളി കണ്ടില്ല. ഭയങ്കര രസമായിരുന്നു. 15.5 ഓവർ അടിച്ചു. ഇനിയും നീർക്കോലി കഴിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. രാജസ്ഥാൻ ഇനി എല്ലാ കളിയും ജയിച്ചാലും 14 പോയിന്റ്. കാൽക്കുലേറ്റർ എടുക്കണമല്ലേ? അതെ, കാൽക്കുലേറ്റർ എടുത്താലും സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്താലും ബുദ്ധിമുട്ടാകും. RCB ഇത്തവണത്തെ ഞാൻ നമ്മുടെ ആദ്യത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ചിലപ്പോൾ RCBയുടെ സീസൺ ആകാൻ സാധ്യത. അതെ, ആ സീസൺ പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് പുറത്തായി. അതെ, ചെന്നൈ പുറത്തായി, രാജസ്ഥാനും പുറത്തായി. അതുകൊണ്ട് RCB കേട്ടോ. ഇനിയിപ്പോ RCBയുടെ ഇന്നലത്തെ കളിയാണെങ്കിലും ആ ചേസ് ചെയ്ത് കളിച്ചത് കൃണാൽ പാണ്ഡ്യയും വിരാട് കോഹ്ലി ഇന്നിപ്പോ മാറി. അത്യുഗ്രമായ ഇന്നിങ്സ് ആയിരുന്നു. എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ട് കളിച്ച പിള്ളേര് കളിച്ചു, വളരെ മനോഹരമായിട്ട് കളിച്ചു. സൂപ്പർ, ജസ്റ്റ് അമേസിങ്. ഇപ്പൊ മുംബൈ ഇങ്ങനെ കയറി വരുന്നുണ്ട് തലപ്പത്തേക്ക്. മുംബൈ പയ്യെ കയറി വരുന്നുണ്ട്. മുംബൈ ഉണ്ട്. ഒരു പറഞ്ഞില്ല, 4-ാം കാലത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ് IPL. പ്ലേ ഓഫിൽ കയറാനും സാധ്യതയുള്ള പഞ്ചാബ്, പോണ്ടിങ്ങിന്റെ പഞ്ചാബ്, നമ്മുടെ പോണ്ടിങ്ങിന്റെ പഞ്ചാബ്
റഹാനയുടെ കൊൽക്കത്ത കൽക്കത്ത കൊൽക്കത്ത തന്നെയാണോ? കൊൽക്കത്ത ആദ്യമൊക്കെ നല്ല കളിയായിരുന്നു. എന്നാലും ഉണ്ട്. പിന്നെ കോഹ്ലിയുടെ അല്ല, രജത് പട്ടിദാറിനെയാണ് ചെക്കനെ കാണാറ് പോലും ഇല്ല. എന്നാലും ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ലാത്ത നായകൻ. അതെ, സ്ക്രീൻ പ്രസൻസ് ഇല്ലാത്തൊരു നായകൻ. ഇത് എമ്പുരാന്റെ അത് മോഹൻലാലിനെ പോലെ രജത് പട്ടിദാർ എങ്ങും ഇല്ല. ഉണ്ടോന്ന് വെച്ചാൽ ടോസിന്റെ ഇടയ്ക്കൊക്കെ കാണാം, കുറച്ച് ബൈബിൾ വചനം പറഞ്ഞിട്ട് പോകും. ആ ഒരു ഇതിലായിപ്പോയി. പിന്നെ ഡൽഹി നല്ല ടീമാണ്. ഡൽഹി നല്ല ടീമാണ്. എനിക്ക് സങ്കടം തോന്നി ഇന്നലെ നമ്മുടെ ഗോയങ്ക ചെറുക്കനെ എടുത്ത് ഏറിക്കെടുത്തൊരു പന്തിനെ ചീത്ത പറഞ്ഞു. ആ മുറിയിൽ നമ്മൾ ചീത്ത പറഞ്ഞു. പുള്ളി എന്താ പറയുന്നത് അറിയത്തില്ല, പക്ഷെ പുള്ളിയുടെ ഭാവവും പന്തിന്റെ നിപ്പും കണ്ട നമുക്കറിയാം ചീത്ത പറയാം. നിർഗുണ കളിയാണ് ഇത്തവണ ഋഷഭ് പന്ത്. നിർഗുണ കളി. ഋഷഭ് പന്തിന് 26 കോടിയും മേടിച്ചിട്ട് പാവം പലയിടത്തും ഇറങ്ങി നോക്കിയല്ലേ. ടോപ്പ് ഓർഡർ കൊള്ളൂല. എനിക്ക് തോന്നില്ല വെള്ള ഉടുപ്പും 2 ബോളും കൂടെ ചിലപ്പോ അടിക്കും ചെറുക്കൻ. എന്തോ പറ്റുന്നില്ല, അറിയില്ല, അങ്ങോട്ട് പറ്റുന്നില്ല അവനെ കൊണ്ട്. പക്ഷെ രാഹുൽ കളിക്കുന്നുണ്ട്. രാഹുൽ നല്ലപോലെ കളിക്കുന്നുണ്ട്. രാഹുൽ നല്ല കളി. ഇപ്പം ഇന്ത്യയിലെ അതിനകത്ത് ഇടയ്ക്കാണ്ട് ഒരു ട്രോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാ ക്രിക്കറ്റ് കളിക്കുന്ന ആളുടെയും സ്വപ്നം ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നറിയോ? രോഹിത് ശർമ്മ. ബാറ്റിംഗ് മാത്രം ചെയ്യാം, ഫീൽഡിംഗ് ചെയ്യണ്ട. കളിക്കുന്നുണ്ട് അദ്ദേഹം. അതെ, കളിക്കുന്നത്. അതേ ബാറ്റിംഗ് ചെയ്യാതെ ഫീൽഡിംഗ് ചെയ്യത്തില്ല, നേരെ കയറിയിരിക്കും. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊള്ളാം. അതൊരു എല്ലാ നമ്മുടെ വിഘ്നേഷ് പുത്തൂർ, മലയാളി ചെക്കൻ നല്ലപോലെ നല്ലപോലെ ബോളർ ചെയ്യുന്നു. അദ്ദേഹം ഇത് കളിച്ചിട്ടില്ലല്ലോ നമ്മുടെ. അതെ, രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടിട്ട് കളിക്കാത്ത ഒരു ഇങ്ങനത്തെ ലീഗുകളൊക്കെ കേരളത്തിൽ ഇപ്പൊ കേരള പ്രീമിയർ ലീഗ് എന്നൊക്കെ പറഞ്ഞു വരുന്ന അതൊക്കെ എന്തുകൊണ്ടും ഗുണം ചെയ്യല്ലേ കേരളം. അതെ, കേരള ക്രിക്കറ്റിന് ആൾക്കാർ നല്ല കഴിവുള്ള പിള്ളേർ വരട്ടെ. അതെ, കഴിവുള്ള പിള്ളേർ വരും, കളിക്കാൻ സാധിക്കും. അതായാലും ആകട്ടെ. അതാണ് IPL വിശേഷങ്ങൾ. അതാണ് IPL-ലെ വെടിക്കെട്ട് വിശേഷങ്ങൾ. ഇനി അടുത്ത് എന്താണുള്ളത്? അടുത്ത സിനിമാ ലോകം. നീ സിനിമാ ലോകം നിനക്ക് ഞാൻ വിട്ടുതരുന്നു. സിനിമാ ലോകം എന്ന് പറഞ്ഞാല് ഇപ്പോ പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇത് സിനിമാ ലോകമായിട്ട് കണക്കാക്കണോ അതോ? അല്ല, അത് ശരിയാണ്. അത് ഇപ്പം എന്താ പറയാ, സമൂഹത്തിലെ പൊതുവിപത്താണ് ഡ്രഗ്സ് എന്ന് പറയുന്ന മാരക വിപത്ത്. സമൂഹത്തിലെ പൊതുവിപത്താണ്. അത് സിനിമയിലും. റാപ്പ് സിംഗർ വേടനെ പിടിച്ചു. വേടന്റെ ഫ്ലാറ്റില് അങ്ങോട്ട് കഞ്ചാവ് പൊതി ഉണ്ടായിരുന്നു. 9 പേരെങ്ങനെ ഉണ്ടായിരുന്നു. അതെ, ഇടുക്കിയില് കേരള സർക്കാരിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായിരുന്നു വേടൻ. അതെ, ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു റാപ്പ് സിംഗർ ആണ്. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ വരുന്നിടത്തെല്ലാം ഭയങ്കര ജനസാഗരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇവിടെ ഞാനും ഒരു ആളും കൂടെ പോയപ്പോ ഇങ്ങനെ സഞ്ചരിച്ചു. ഇതെന്താ ഇവിടെ പരിപാടി? ഇങ്ങനെ ഉറുമ്പനങ്ങുന്ന പോലെ ആൾക്കാര്. ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ അടുത്ത് അവിടെ ഇങ്ങനെ പോകുമ്പോ ഉറുമ്പരിക്കുന്ന പോലെ ആൾക്കാർ. അത് നമ്മുടെ ഈ ബാംഗ്ലൂർ മടിവാളയൊക്കെ കാണുന്ന പോലത്തെ തിരക്ക്. ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഇങ്ങനെ തിരക്ക് കാണുന്നത്. അപ്പൊ എന്താണെന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. രാവിലെയാണ് അറിഞ്ഞത് അവിടെ വേടന്റെ ഷോ ആയിരുന്നു. അദ്ദേഹം 2, 3, 4 പാട്ടേ പാടിയുള്ളൂ. അത്രയ്ക്ക് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് പാട്ട്. അങ്ങനെയാണ് പലയിടത്തും അങ്ങനെയാണ്. കടലാണ് അദ്ദേഹം പോകുന്നിടത്ത്, കടലാന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാള്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്തോ സിൻഡിക്കേറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കരുത് മക്കളെ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വേ ഓഫ് ടോക്ക് ഉണ്ട്. നമ്മളെ അങ്ങനെ എന്താ പറയാ, ഇങ്ങനെ നമ്മുടെ അച്ചടി ഭാഷ ഒന്നുമല്ല. ഭയങ്കര എടാവേ എന്ന് ചെയ്യില്ലടാ, അങ്ങനെ വെള്ളം എന്നാ ഡ്രഗ്സ് ഉപയോഗിക്കില്ലടാ, അങ്ങനെ ചെയ്യില്ല, വഴക്കുണ്ടാക്കണ പിള്ളേർ, അടി ഉണ്ടാക്കിയ പിള്ളേർ എന്നൊക്കെ പറഞ്ഞൊരു മണിച്ചേട്ടൻ ടോക്കാണ്. ഒരു കലാമണിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ടോക്കാണ്. അപ്പം നാടൻ ഭാഷ. അദ്ദേഹത്തിന്റെ വരികളൊക്കെ ഭയങ്കര, എല്ലാരും പറയാനുണ്ട്, വരികൾ ഭയങ്കര ശക്തമായ വരികളാണ് അദ്ദേഹത്തിന്റെ. പൊളിറ്റിക്സ് അദ്ദേഹം പറയും. പിന്നെ പൊളിറ്റിക്സ് പച്ചയ്ക്ക് പറയുന്നതോട് നമുക്ക് യാതൊരു, അതെ, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്സ് എന്താണോ, എന്റെ പൊളിറ്റിക്സ് എന്താണോ ഞാൻ വ്യക്തമായിട്ട് പറയാൻ കുഴപ്പമില്ല. ഈ ഒളിച്ചു കടത്തുമ്പോഴാണ് അത് പറയുന്നത് വ്യക്തമായിട്ട്. അതിപ്പം ആർക്കെതിരെയാണ്? വലതുപക്ഷത്തിനെതിരാണെങ്കിലും ഇടതുപക്ഷത്തിനെതിരാണെങ്കിലും ഒരു കുഴപ്പമില്ല. പൊളിറ്റിക്സ് വ്യക്തമായിട്ടൊരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചിരിക്കണം. പക്ഷെ അദ്ദേഹത്തെ ബഹുമാനിച്ചിരിക്കണം. പക്ഷെ ബഹുമാനിച്ചുകൊണ്ട് ഇതിപ്പം ഈ ഡ്രഗ്സ് അടിക്കരുതെന്ന് പറഞ്ഞ്, ഡ്രഗ്സ് അടിക്കില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ റെയ്ഡിന് ചെല്ലുമ്പോ സാധനം കയ്യിലുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അത് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഉണ്ട്. പിന്നെ കേരളത്തിലെ കുറച്ച് നാളുകളായിട്ട് ലഹരിയുടെ സമാനാർത്ഥം പോലെ നിൽക്കുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ.
ഷൈൻ ടോം ചാക്കയും പിന്നെ മറ്റേ ആളാകും ഖാലിദ് റഹ്മാൻ, അല്ലല്ല, ഷൈൻ ടോം ചാക്കയുടെ കൂട്ടത്തില് ശ്രീനാഥ് ബാസി അവരെ രണ്ടുപേരെയും പോലീസ് പൊക്കി. പോലീസ് പിടിച്ചു. ചോദ്യം ചെയ്യുന്ന ജയിലിന് വരാൻ പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ചെന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരെന്തോ ഇപ്പൊ ആലപ്പുഴയുടെ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഇരുവർക്കും പങ്കില്ലെന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഇവര് ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു മോഡലും ഡ്രഗ് ഡീലറും കണ്ടായിട്ടുള്ള ഒരാളെ പിടിച്ചിട്ടുണ്ട്. അവര് ഇങ്ങനെ എത്ര 2.5 കോടി അങ്ങനെ എന്താണ്ടൊക്കെയാണ് കേസുണ്ട്. അപ്പോൾ അവരെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയിലുള്ള ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കൊന്നും ഇവരുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട്. പിന്നെ ഉള്ളത് ഖാലിദ് റഹ്മാനെയും അഷ്റഫ് മറന്നു, അതെ, മറ്റേ തമാശയുടെയും ഭീമന്റെ വഴി ഒക്കെ ഡയറക്ട് ചെയ്ത ഒരു ഡയറക്ടർ. പിന്നെ തല്ലുമാല, ജിംഖാന ആലപ്പുഴ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ജിംഖാന, ഉണ്ട, അനുരാഗ കരിക്കും വെള്ളം, ലവ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് നല്ലൊരു ഫിലിം മേക്കർ. അദ്ദേഹത്തിനെ പിടിച്ചു. അദ്ദേഹം പറഞ്ഞത് പോലീസ് വന്ന പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് ഇപ്പൊ മനോരമ ന്യൂസ് കൊടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ഞാൻ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പോലീസിനോട് പറഞ്ഞത്. അറിയില്ല അത് വാസ്തവമാണോ എന്തോ. പക്ഷെ ഇങ്ങനെ സിനിമയിലുള്ളവർ ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികൾ, പ്രത്യേകിച്ച് 15 വയസ്സിനും അല്ലെങ്കിൽ ഒരു 10 വയസ്സിനും 18 വയസ്സിനും അല്ലെങ്കിൽ 10 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് ഈ 15 വർഷത്തിലെ ഗ്യാപ്പിലുള്ള ആൾക്കാർ, കുട്ടികൾ ഇത് കാണുമ്പം അവർക്ക് അവരാരാധിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് വാർത്ത വരുമ്പോൾ അവര് അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ വിപത്താണ്. ഇത് ഭയങ്കരമായ വിപത്താണ്. ഇത് ഇന്നലെ സന്തോഷ് ജോർജ് കുളങ്ങര ഈ വിപത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ള കോൺവെർസേഷൻ ഞാൻ ഇങ്ങനെ ടി വിയിൽ നിന്ന് മാറ്റിയപ്പോൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും നമുക്ക് അത്ര വിഷയമാകത്തില്ലായിരുന്നു. കാര്യം മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സിന് മേളിലുള്ള അച്ചായന്മാരാകും, അല്ലെ 50 വയസ്സിന് മേളിലുള്ള ഒരാൾ. അവര് തീരാറായ ഒരു ജനറേഷൻ ആണെന്നോ നമ്മൾ കരുതി അങ്ങ് വിധിയായിരുന്നു. പക്ഷെ മയക്കുമരുന്നിന് അടിമകളാകുന്നവര് ഭാരതത്തിന്റെ, കേരളത്തിന്റെ പുതുതലമുറയാണ്, അടുത്തതായി വരുന്നതാണ്. അപ്പൊ അവർക്കെതിരെ എന്തായാലും ഈ ഡ്രഗ്സ് അതിനെതിരെ എന്തായാലും ശക്തമായ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ശക്തമായ ഒരു തീരുമാനമെടുക്കണം. സിനിമാ സെറ്റുകളിലാണെങ്കിലും ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള തെരച്ചിലുകൾ കുറച്ചുകൂടെ ഊർജിതമാക്കണം. ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം പിടിക്കണം, അകത്തിടണം, പിടിച്ച് ജയിലിടണം, ഇറക്കി വിടരുത്. അമ്മാരൊക്കെ ട്രെയിനിലിരുന്നാലേ അതിന് അത് തെറ്റാണെന്നും അതിനൊരു ഭയം ഉണ്ടാകണം. ഈ പോലീസ് സുഹൃത്തുക്കളാണ്, നിയമം നിങ്ങളുടെ സുഹൃത്താണെന്നൊക്കെ പറയുമ്പോഴും ആ നിയമത്തിനെ ഒരു ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. ഭയം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് ചെയ്യണം. അതാണ് പറയാനുള്ളത് അതിനെ കുറിച്ച്. അപ്പൊ അത് 2 ടോപ്പിക്കായിരുന്നു പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഭൂമിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും, വീണ്ടും സംസാരിക്കും. ഓക്കെ, കാണാം. താങ്ക് യു സോ മച്ച്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് comment whatever you want. Thank you so much.